ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ഗെയിമിൻ്റെ ഗൈസ് നമ്മളിന്ന് മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ പാർട്ട് 2 കൊണ്ട് ഗൈസിലാമന് പക്ഷേ വീഡിയോ കഴിഞ്ഞ് ഞാൻ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് പറയുന്നില്ല ഗൈസ് അറിയാൻ താമസിക്കുന്നില്ല വീട്ടിലോട്ട് കിടക്കാൻ ലെറ്റ്സ് ഗോ. സോ ഓക്കെ ഗൈസ്, ഇപ്പം നമ്മൾ പണിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു ഒരു വീട് പണിയുന്നുണ്ട്. ആ വീട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റും വീറ്റൊക്കെ അവിടെ നിന്നൊക്കെ കിട്ടിയായിരുന്നു, സീഡൊക്കെ വെച്ച് ഞാൻ പണിയാണ്. ഇനി ഞാൻ വില്ലേജിൽ പോയപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തുകൊണ്ട് വന്നു. പിന്നെ ഇവിടെ കിട്ടിയ വീറ്റൊക്കെ വെച്ച് അത് പണിയാണ്. പിന്നെ എനിക്കൊരു കുതിരയെ കിട്ടി. അങ്ങനെ എല്ലാവരും ചില കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇവിടെ. പിന്നെ എൻ്റെ വീടിനകമാണിത്. അപ്പോൾ എൻ്റെ ചെസ്റ്റിനകത്ത് ആകെ ഇത്രയും സാധനങ്ങളൊക്കെ ഉള്ളൂ. ഇത്രയും ഉണ്ട്. എമറാൾഡൊക്കെ എനിക്ക് ട്രേഡർ വന്നായിരുന്നു, അതിൻ്റെ ഇന്നത്തെ നിന്നു. പിന്നെ ബാഗൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഓക്കെ ഗൈസ്, സംഭവം ഓക്കെ. എനിക്ക് വില്ലേജ് ഈ വീഡിയോ കണ്ടുപിടിക്കാനാണെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷേ വില്ലേജ് എനിക്ക് നേരത്തെ കിട്ടി. വില്ലേജിലോട്ട് പോകാം. വില്ലേജിലോട്ട് പോകുന്നതിന് മുമ്പ് ഓക്കെ വില്ലേജിലോട്ട് പോവാം. ചെറിയൊരു ലാഗുണ്ട് നീങ്ങുമ്പോൾ. സ്പീഡിപ്പോൾ കണ്ടോ, ചെറിയൊരു ലാഗുണ്ട്. ആ ലാഗ് നിങ്ങൾ സഹിച്ച് പിടിച്ചാണോ? കണ്ടോ, നല്ല രീതിയിൽ ലാഗുണ്ട്. ഇങ്ങനെ സ്പീഡ് ഇതൊക്കെ വരുന്ന ഈ ബ്ലോക്കും ഇതൊക്കെ ലോഡായി പെട്ടെന്ന് വരുന്നതിൻ്റെ ലാഗാണ്. നിങ്ങൾ സഹിച്ചോണം, കുഴപ്പമില്ല. വില്ലേജ് ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്. ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ കേവ് വീഴാൻ പോകുന്നത്. അത് ഞാൻ മാറിപ്പോയതുകൊണ്ട് രക്ഷപ്പെട്ടു. വില്ലേജ് ഇവിടെ അടുത്ത് ഇവിടെ ഉണ്ട്. വഴി കറക്റ്റാണ് പോകുന്നത്. ഇതിനെ മണ്ടയ്ക്കുന്നു, വഴി തെറ്റിപ്പോയി. ഇവിടെ ഇല്ല ഗൈസ്. അതുകൊണ്ട് പമ്പ് ഞാനേ അതെടുത്ത് ഇങ്ങനെ വെച്ചത്. ഇവിടെ ഉണ്ട് വില്ലേജ്. അതുകൊണ്ട് സവാനയിൽ വില്ലേജ് കിട്ടി. ഞാൻ മറ്റേ വില്ലേജ് തപ്പിയില്ല, പക്ഷേ ഈ കിട്ടിയത് ഈ വില്ലേജ് ചെന്ന് ഇത്രയുണ്ട്. വില്ലേജ് ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ തിരിച്ചും കൂടെ വീട്ടിൽ പോയി രാത്രിയായി. എന്തായാലും ഹാർഡ് കോർ മോഡ് പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ ഗൈസ്, നമ്മളെ കുതിരയെ പിടിച്ചിട്ട് ഇവിടെ കെട്ടിടണം. എന്തെങ്കിലും വീട്ടിൽ എത്തി. ഓക്കെ, പെട്ടെന്ന് നമുക്ക് കിടക്കാം. ലാഭം കൊണ്ടുവരാം, ഇതാ വിഷയം. ഇനി അടുത്ത ദിവസമായി സംഭവം. ഞാനിവിടെ അല്ല കിടക്കുന്നതിൻ്റെ മുകളിലാണ്. കാണിച്ച് തരാം. കയറാനൊക്കുന്നില്ല. ഞാൻ കിടക്കുന്നത് ഏകദേശം ഇതിനകത്താണ്. ഇതാണ് എൻ്റെ റൂം. ചെറിയൊരു സെറ്റപ്പാണ്. ഇവിടെയാണ് ഞാൻ കിടന്നിട്ടിരുന്നത്. പിന്നെ ഞാൻ പെട്ടെന്ന് വെളിയിലൊക്കെ ഇറങ്ങി പോകുമ്പോൾ ഞാൻ അവിടെ സെറ്റപ്പാക്കിയത്. ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ നിന്ന് നമ്മുടെ ഇതൊക്കെ കാണാൻ പറ്റും. ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് നിൽക്കുമ്പോൾ വ്യൂ. ഇതെങ്ങനെ ഇറങ്ങുന്നേ? ഉറങ്ങാക്കുന്നില്ല. ഓക്കെ കേസ്, ഇനി നമുക്ക് അറിയാലോ മൈനിങ്ങിന് പോകണം. മൈനിങ്ങിന് പോകാൻ നമുക്ക് ഇന്ന് ഇവിടെ മൈനിങ്ങിന് പോയിട്ട് ഇവിടുന്ന് കുറച്ച് അത്യാവശ്യം സാധനങ്ങളൊക്കെ പോലെ ഡയമണ്ടൊക്കെ ഒപ്പിച്ചിട്ട് നെതറിൽ പോയിട്ട് അടുത്തത്. അപ്പോൾ ഏകദേശം 4 എപ്പിസോഡാകും. അടുത്ത പാർട്ടി ഞാൻ നെതറിൽ പോകാം. നിങ്ങളെല്ലാവരും മിഷനിൽ കാണണം. എൻ്റെ ആർമറൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ബോട്ട് ആർമറാണ്. നമുക്ക് അടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങും. അതുവരെ ആയിരിക്കും. ഇവിടെ കുറേ എണ്ണമുണ്ട്, അതാണ് എനിക്കൊരു പേടി. ഗൈസ്, ഞാൻ എല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ ഉള്ളിലോട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകണം. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈനിങ്ങിന് പോകണം. ലെറ്റ്സ് ഗോ. കുറേ കേവൊക്കെ ഉണ്ടല്ലോ. കേവ് കിട്ടാനാണ് പാട്. കേവ് കുഴിയുണ്ട്, പക്ഷേ പകുതിയും ചെറുതാണ്. വലിയ കേവുണ്ട്, പക്ഷേ വലിയ കേവ് കയറാൻ എനിക്ക് പേടിയാണ്. ആൾക്കാരെന്നൊക്കെ ഞാൻ അങ്ങനെ കയറിയിട്ട് അതാണ്. ഇവിടെ ഒന്നും കാണാനില്ല. ഇവിടെ ഒന്നും കാണാനില്ല. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ട്? ഇതിനകത്തൊന്നുമില്ല. ഇതിനകത്ത് വലിയ കാര്യമൊന്നും ഇല്ല. അതിനകത്തൊന്നും ഇല്ല. വേറെ കാര്യം അതുകൊണ്ട് ഇവിടെ ഒന്നുമില്ല. അത് രാത്രിയാണ്, അതായിരിക്കും വിഷയം. ടോർച്ചൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ ഇവിടെ പൊരിഞ്ഞ മഴയാണ്. വേറെ കാര്യം ഇവിടെ ഭയങ്കര മഴയാണ്.
ശരിക്കും ഇപ്പം 4:30 ഉറങ്ങാൻ നോക്കുന്നില്ലല്ലോ ആശം. ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ മറ്റുള്ളവർ തൊട്ട് ലൈക്ക് അടിക്കാനും സബ് ചെയ്യാനും ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. പ്ലീസ്. അങ്ങനെ രാവിലെ ആയിട്ടുണ്ട് ഗൈസ്. രാവിലെ ഒന്നും ഈ ഹാർഡ് കോർ കളിക്കാൻ പേടിയില്ല. ഞാൻ ഇത്രയും ലെവലിൽ ഇത് തന്നെ ഞാൻ അപൂർവമായിട്ടൊക്കെ ഇത്രയൊക്കെ വന്നത്. ഞാൻ ഇതുവരെയായിട്ട് ഇത്ര ഇതായിട്ട് വന്നിട്ടില്ല. മൈനിങ് ചെയ്തൊരു വീടൊക്കെ വെച്ച് ഇത്ര സെറ്റായിട്ടില്ല ഇതുവരെയായിട്ട്. വിളിച്ചു ഞാൻ പറയും, ഞാൻ ഹാർഡ് കോർ ഒരു വേൾഡ് ഉണ്ടാക്കുവാണെങ്കിൽ അഥവാ ഞാൻ സ്റ്റോം പൊട്ടിക്കുമ്പോൾ ഞാൻ ചാവും. അങ്ങനെ എന്നെ കിഴപ്പുകൊണ്ട് ഞാൻ രാത്രി ആകുമ്പോഴും കിടക്കത്തില്ല. ഇഷ്ടംപോലെ കോളുണ്ട് കേട്ടോ, ഇതെല്ലാം അങ്ങ് പൊട്ടിച്ചങ്ങ് എടുക്കാം. കോൾ ഇഷ്ടംപോലെ എന്തൊരു വലിയ കേവിലോട്ട് കയറത്തില്ല. അന്നേരം ടോർച്ച് ആവശ്യത്തിന് വേണ്ടി അങ്ങനെ കോളുകൾ 2 ദിവസം കൊണ്ട് എന്ത് തൊണ്ടയ്ക്ക് വരാത്തരുത്. ഓക്കെ, തീരുന്നില്ലല്ലോ ഇതങ്ങോട്ട്. ഇതെന്ത് ഇതാണെങ്കിൽ പൊരിഞ്ഞ കാറ്റും ഒടുവിൽ വരും. ഓക്കെ 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 അതുകൊണ്ട് അടുത്ത സാമാനം ഇതാ എനിക്ക് ചൊറിയുന്നത്. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്നോളൂ. സോംബി അങ്ങ് എടുക്കാം, റീപ്പറിനെ കൊല്ലാൻ നോക്കാം. വരുന്നില്ലല്ലോ ആ സോംബി. സോംബിയുടെ തലയിൽ ഹെൽമെറ്റ് ഉണ്ട്. കങ്ങ് പോവും. ക്രീപ്പർ കണ്ടു കേട്ടോ, വല്ലാത്തൊരു കണ്ണ ക്രീപ്പറിൻ്റെ. ഓക്കെ, സോംബി വരുന്നുണ്ട്. സോംബി നമ്മൾ മുന്നേ വെച്ച് തന്നെ വരിക. ഇപ്പം തരാം, എനിക്ക് ഫുഡൊന്നും കഴിക്കട്ടെ. ഒന്നും ചാവട. ഓക്കെ, ചേത്തനുണ്ട്. അവനെ കൊണ്ടുവന്ന് ക്രീപ്പറിനെ കൊല്ലാൻ. ക്രീപ്പറിനെ കൊല്ലാൻ പറ്റുമെന്ന് അറിയത്തില്ല. കൊള്ളായിരിക്കും. ഒരു ഗൺ പൗഡർ കിട്ടും. ചാവട അവിടെ ആ മൂഞ്ചി പൊട്ടി. അതെൻ്റെ ഇവിടെ വെച്ചായിരുന്നു എൻ്റെ ബെഡും പോയേന്. ഞാനൊന്നും അവന് ഇവിടെ ഇരുന്ന് പ്രാഗിയാണ്. ഞാൻ മണ്ണ് വാരി പ്രാഗിയാണ്. ഞാൻ ഏകദേശം 40 എത്ര കണ്ട് ടോർച്ചുണ്ട്. നമുക്ക് അത്യാവശ്യം നിലവിൽ ടോർച്ച് വേണം. നമ്മൾ ഒരു സ്റ്റാക്കുണ്ട് ടോർച്ച്. ഇവിടെ ഇവിടെ കൊണ്ട് നിൽക്കാം. അവിടെ ഇറങ്ങണോ അല്ല എന്തെങ്കിലും വരുമോ? ഈ ക്രീപ്പറിനൊന്നുമില്ലേ, സ്കെലട്ടണേ എനിക്ക് പേടി. സോംബി ഒന്നും വലിയ വിഷയമില്ല. സ്കെലട്ടൺ ഉണ്ടല്ലോ, അത് ഇച്ചിരി പെശക. വന്ന സ്ഥലത്ത് തന്നെ പിന്നെയും വന്നു. അയ്യോ, ഇത് മറ്റേ നമ്മൾ പോയടോ. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. എനിക്കറിയാം നീ കണ്ടോ ഇങ്ങനത്തെ കേവൊക്കെ ഉള്ളു ഇതിനകത്ത്. എന്തോന്നു അറിയത്തില്ല. വലിയ കേവ് എന്ന് പറയുമ്പോൾ ഉള്ളൊരു കേവ് കുഴിയുടെ അടിയിൽ. കൂട്ടിയോ? വലിയ കേവ് കാണത്തില്ല, കുറേ കുഴിയുടെ അടിയിൽ. ഓക്കെ, പെയിൻറ്റിങ് ആണ് അതിൻ്റെ. ഓക്കെ, ഇവിടെ കൂടി കയറിപ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നു. പക്ഷെ ഇവിടെ ഒന്നും കാണില്ല. ഓക്കെ ഗൈസ്, നമുക്കിപ്പോൾ ഈ കറണ്ടിൻ്റെ വിളക്ക് പൊട്ടിച്ച് നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. ലെറ്റ്സ് ഗോ, കമോൺ ലെറ്റ്സ് ഗോ. നമുക്ക് അടുത്ത സ്ഥലം തപ്പി പോവാം. നല്ലത്. എനിക്ക് ചൊറിഞ്ഞ് ഇവിടെ നിന്ന് ഈ പിടിക്കാണ്ട് തന്നെ റീപ്പറും വന്ന് അവിടെ പൊട്ടി നശിപ്പിച്ച് കണ്ടാൽ പിന്നെ നമ്മൾ വലിയ കേവൊക്കെ ആയിരിക്കും. എനിക്കൊരു ഇതുണ്ട്. നമ്മൾ അവിടെ വില്ലേജിൽ പോയില്ലേ, അവിടെ ഒരു കേവ് ഉണ്ട്. അവിടെ എന്തെങ്കിലും കാണുമെന്ന് അറിയത്തില്ല. ഇത് നോക്കട്ടെ. വെള്ളത്തിൽ ഇറങ്ങാൻ എനിക്ക് താല്പര്യമില്ല. ശ്വാസം ചത്തു.
അപ്പോൾ അതിൻ്റെ അടി മറ്റേ ഡ്രൗണഡ് കാണും, അറിയാൻ പറ്റത്തില്ല. നിങ്ങൾ വിഷയം കാണത്തില്ല, വെള്ളത്തിൽ ഇട്ടാൽ നിങ്ങൾ അറിയാം. ഇവിടെ ഒന്നും കാണാനില്ല. ഇവിടെ ഇങ്ങനെ കേവ് അങ്ങനെ ഇതൊന്നും ഇല്ല. നമുക്ക് വേറെ കേവ് തപ്പാൻ പോവാ. ഇത് കേവാ, പക്ഷെ വെള്ളമുണ്ട്. വെള്ളം ഇല്ലായിരുന്നു ഇറങ്ങാത്തില്ല, ഞാൻ അത്രയും പറയാം. ഇത് കേവാ, പക്ഷെ വെള്ളം ഉണ്ടായിരുന്നു, വെള്ളം ഇല്ലായിരുന്നെങ്കിൽ ഇറങ്ങാം. ഇത് ഗുഹയൊക്കെ. എന്തും വെള്ളം കാണാം, തോന്നി എന്തും വെള്ളമുണ്ട്. എനിക്ക് ഈ വെള്ളം ഇല്ലായിരുന്നെങ്കിൽ സുഖമായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാണും. വെള്ളം ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് ഇറങ്ങാമായിരുന്നു. ഞാൻ വെച്ച് വില്ലേജായിരിക്കുന്നു, നമ്മുടെ വീടായിരുന്നത്. ഓക്കെ ഗൈസ്, ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് കേവാണല്ല ആണ്. ഓ, ഞാൻ ഇതിനകത്ത് ഇറങ്ങിയതാണ്. പക്ഷേ ഇങ്ങനത്തെ കേവ് എനിക്ക് പേടിയാണ്. വലിയ കേവായത്, പക്ഷേ ഇങ്ങനത്തെ കേവ് എനിക്ക് പേടിയാണ്. അവിടെ നിന്ന് ഓടി ഇങ്ങോട്ട് കയറാൻ ഭയങ്കര പാടാം. അതാ വയ്യാത്ത ചാവണ അവിടെ നിന്ന് തീരും. അതുകൊണ്ടാണ്. എൻ്റെ ഇവിടെ ഒരു കേവുണ്ട്. ഞാൻ മുമ്പ് വന്നപ്പോൾ കണ്ടായിരുന്നു. ഞാൻ എപ്പോഴും വരുമ്പോൾ ആ കേവി വീടാൻ തുടങ്ങുന്നത്. വലിയ കേവ് എല്ലാവരും ചെറിയൊരു കേവ്, പക്ഷെ ഉള്ളിലോട്ടുണ്ട്. എന്തായാലും കാണാതിരിക്കത്തില്ല. ഇതല്ല ഇതെന്ന് തോന്നുന്നു. ഇതിനകത്തൊരു കിണ്ടിയില്ല. ഇതല്ല ഈ കേവല്ല. ഇതൊക്കെ പൊട്ടിക്കാൻ നമുക്ക് എടുത്തുണ്ട്. വെറുതെ എന്താണ് ഇതൊക്കെ കളയുന്നത്. അടുത്തത് പൊട്ടിച്ച് കളഞ്ഞതിന് കളയുന്നത്. പക്ഷെ ഇവിടെ വിടാണ്ടൊരു കേവ് ഉണ്ടോ? ഇത് തന്നെ ഞാൻ ഇറങ്ങിയതാ. ഞാൻ പകുതിക്ക് വെച്ച് നിർത്തിട്ട് പോയതാ. ഈ കേവ് കണ്ടിത് കണ്ട്. ഇതിനകത്ത് എന്തുകൊണ്ടുണ്ട്, ഞാൻ ഇതിലോട്ട് ഇറങ്ങിയിട്ടില്ലായിരുന്നു. അന്ന് ഇവിടെ വരെ ഇറങ്ങി എന്നിട്ട് തിരിച്ച് കയറി പോയിരുന്നു. നല്ല സോംബിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ തിരിച്ച് കയറി പോയിരുന്നു ഇവിടെ വരെ ഇറങ്ങിയിട്ട്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഉണ്ട്. കണ്ടത് അത്യാവശ്യം വലിയ കേവ്. ഇറങ്ങണമെന്നുണ്ട് എൻ്റെ ഒരു പേടിയുണ്ട്. ആയതുണ്ടോ സ്റ്റോൺ പിക്കാസ് അതും വെച്ച് പൊട്ടിക്കാം. സ്റ്റോൺ പിക്കാസ് പെട്ടെന്ന് എല്ലാം ഷടപടെ തരുന്നു. എനിക്ക് അത്യാവശ്യം ആയം വേണം. ഇഷ്ടംപോലെ ആയതുണ്ട്. നല്ല പൂലായതുണ്ട്. ഇതെല്ലാം പൊട്ടിച്ച് നോക്കാം. ഡയമണ്ട് ഇറങ്ങിക്കൊള്ളായിരുന്നു. ഡയമണ്ട് ഗോൾഡ് ആയിരുന്നിക്കൊള്ളേ. ഓക്കെ വേറെ ഉണ്ടോ നോക്കട്ടെ. ഓക്കെ വേറെ ഇതിനിടയിൽ നിങ്ങൾ കാണും. ഒരു ചാടിയല്ലോ. ഇങ്ങോട്ട് പെട്ടെന്ന് പോകണമെന്നുണ്ട്, പക്ഷെ തിരിച്ച് കയറുന്ന കാര്യമാണ് പണി. വീട്ടുകളൊക്കെ ഓടിച്ചിട്ട് പിടിച്ച് കഴിഞ്ഞാൽ അവിടെ കിടന്ന് സ്റ്റെപ്പ് നോക്കാം അങ്ങോട്ട്. നോക്കണമല്ല. കൊച്ചു നോമ്പില്ലേ ഇത്?
ഇടയ്ക്ക് ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു, സൗണ്ട് കേട്ടില്ലേ? ചാടിച്ചടിച്ചടിച്ചടി ടോൺ ടോൺ. ഇത്ര മതി. ഇനി കുഞ്ഞു കളിച്ച് ചത്തു പോകും. നേരം പോക്ക് ചാടുകയും ചെയ്യും, ആ പോട്ട് പിന്നെ കയറുകയും ചെയ്യും, നമ്മൾ തീരുകയും ചെയ്യും അവിടെ. നമുക്ക് ഇത് പൊട്ടിച്ചിട്ട് അതിനെങ്ങനെ ഇവിടെ കൊണ്ടുവരുന്നത്? ഇവിടെ ചെറിയ ഗ്യാപ്പിനകത്താണ് കയറി വന്ന മൂഞ്ചി. ഓക്കെ ഇത് നമുക്ക് പൊട്ടിച്ചിട്ട് ഇവിടെ നിൽക്കാം. ഓക്കെ, നമുക്ക് ആദ്യം എങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടോ? വരുന്നുണ്ട്. 1 2 അടിക്കല്ലേ. നമുക്ക് ചത്തൊന്ന് ഒരെണ്ണം കൂടെ കിട്ടിയ നമ്മൾ തീർന്നേനെ. ഒരടിയും കൂടെ കിട്ടുമായിരുന്നു നമ്മൾ ചത്തേനെ. ഓക്കെ ആക്ച്വലി ഇതിനകത്തൊന്നും ഇല്ല. സോറി ഗൈസ്, അപ്പോൾ ഇതിനകത്തൊന്നും ഇല്ല വേറെ. പൊട്ടിച്ച് പോയാലോ ഇങ്ങോട്ട്. ഇവിടെ ഒരു കേവ് ഉണ്ട് കേട്ടോ, ഇറങ്ങി നോക്കിയാലോ. നമുക്കൊന്ന് പതുക്കെ ഇറങ്ങി നോക്കാം. അതായത് ഇവിടെ എല്ലാം ആയനുണ്ടോ, ഇഷ്ടം പോലെ ആയനുണ്ട്. വലിച്ച് ഞാനൊക്കെ നമുക്ക് പൊട്ടിക്കിടക്കാം. അതിൻ്റെ ഇടയ്ക്കുണ്ട്. എന്തോ ഒരു ഡൗട്ട് അടിച്ച് തിരിഞ്ഞ് നോക്കി, പിന്നെ തന്നില്ല. ഇനി അധികം ആവശ്യം എടുത്തിട്ടില്ല. സപ്പോസ് നമ്മുടെ കയ്യിൽ കുറേ അയണുണ്ട്. ഇപ്പോൾ 20 എത്ര കാണും, അറിയത്തില്ല. 2 അയണും കേട്ടൊക്കെ കിട്ടുമായിരുന്നേക്കുള്ളത്. സോറി 2 അയണായിട്ട് കിട്ടുമായിരുന്നേക്കുള്ളത്. ഇത് ഞാൻ കണ്ടില്ലായിരുന്നേ. ഞാൻ കണ്ടില്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്കും ഉണ്ട്. ഇപ്പം വീട്ടിൽ എടുത്തേക്കാം. തോണ്ട് അതിൻ്റെ ഇടയ്ക്കും വീണ്ടും ഇരിക്കും. തോണ്ട് ഇടയ്ക്ക് അധികം ആവശ്യം കാണിച്ചാൽ കിട്ടത്തില്ല. നോ. ഓക്കെ എൻ്റെ പൊട്ടി വരുന്നുണ്ട്. എന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. എന്ത് ചെയ്യും? എന്തോക്കെ വന്നു തീർക്കാം. തട്ടാം നമുക്ക്. ഒരു കാര്യം എന്താണ്ട് ഉണ്ട് കേട്ടോ, അത് കിട്ടിയില്ല. ഇത് അത്യാവശ്യം ഇതാന്ന് തോന്നുന്നു, കേവാന്ന് തോന്നുന്നു, നല്ലൊരു ഇതാന്ന് തോന്നുന്നു. അവിടെ കയറി നോക്കാം. ഇവിടെ ഒന്നും കാണുന്നില്ല. ഒരു കുഴിയുണ്ട് കേട്ടോ. ഇത്ര ഉള്ളു കുഴി. തോന്നി ഇതിൻ്റെ അടിയിലോട്ട് കേവ് കാണും. ഇതിൻ്റെ അടി എന്തെങ്കിലും കാണും. ലക്ക് കേവോ അത്യാവശ്യം എന്തെങ്കിലും വലിയായിട്ട് എന്തെങ്കിലും കാണുമായിരിക്കാം. ഉണ്ട്. ഇതുകൊണ്ട് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയായിരുന്നു. ഇത് മനസ്സിലായില്ലേ? ഈ സാധനം
ഇരിക്കുന്നുണ്ട്, അറിയാൻ പറ്റില്ല. വലിച്ച് ഓക്കെ, കുഴപ്പമില്ല. നമുക്കിതൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇറങ്ങിപ്പോയി എടുക്കാം. സമയം പോകുന്നതുകൊണ്ട് നമ്മളെന്തൊരു വീഡിയോ എടുക്കും. അവിടെ ഞാൻ കട്ട് ചെയ്ത് എന്തെങ്കിലും വെറുതെ പോസ്റ്റ് ആക്കുന്നില്ല. അപ്പോൾ ഒന്നും കിട്ടിയില്ല. അതിനകത്ത് കയറി കുറേ അയണൊക്കെ കിട്ടി, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും കിട്ടിയൊന്നുമില്ല. വേറെ നമുക്ക് അടുത്ത വീഡിയോ നോക്കണം. അതിന് മുന്നേ ഞാൻ സെറ്റാക്കി വെക്കാം. അടുത്ത വീഡിയോ നമുക്ക് നെതറിൽ പോകണ്ടല്ലോ, അങ്ങനെ ഓപ്ഷനിൽ സെറ്റാക്കി വെക്കണം. അത് ഹാർഡ് കോർ നമുക്ക് അറിയാലോ, ക്രിയേറ്റീവ് ആക്കാൻ ഒക്കത്തില്ല. ഞാൻ എപ്പോഴാണ് പറഞ്ഞേക്കാം. ഞാൻ ക്രിയേറ്റീവ് ആക്കി അതെടുത്ത് ഇതെടുത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല മോനെ. ഇതിനകത്ത് ക്രിയേറ്റീവ് ആക്കുക നിങ്ങൾക്കറിയാം. ബെഡ്റോക്ക് എഡിഷൻ ഭയങ്കര പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാർഡ് കോർ മോഡ് ഇട്ടാൽ, പക്ഷേ ക്രിയേറ്റീവ് ആക്കാൻ ഒക്കത്തില്ല. ഇല്ല, സർവൈവൽ നമ്മളെല്ലാവർക്കും എന്നെ കോപ്പറേറ്റ് ഇത് ചെയ്ത് അതന്നെ നമ്മളെല്ലാവർക്കും. ഈ കേവിലൊന്നും ഇറങ്ങണമെന്നുണ്ട്. ഇവിടെയാണ് ഇറങ്ങുന്നത്. ഒത്തിരി സാധനങ്ങൾ ഒരിടത്ത് അങ്ങോട്ട് വെച്ചിട്ട് വീഡിയോ ഇവിടെ വെച്ച് തീർക്കാം. ഇതൊക്കെ കിട്ടി. ഏകദേശം 35 ആയും കിട്ടി. ഓക്കെ ഗൈസ്, നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ പോവാണ്. ഏകദേശം നമ്മൾ സാധനങ്ങളൊക്കെ അതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. അപ്പോൾ വീഡിയോയിൽ എല്ലാവരും ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞാൻ പറയുന്നില്ല. അത് വേണമെങ്കിൽ ചെയ്താൽ മതി, എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്. മറ്റൊരു വീഡിയോ കാണാം. ബൈ.